അനുമോളുടെ കള്ളത്തരമെന്ന് ലാലേട്ടൻ കയ്യോടെ പൊക്കുന്നുണ്ട്. ഇന്ന് ഞാൻ നാളെ നീ. അതായത് ഇന്നലെ അനീഷിനെയും ഷാനവാസിനെയും പൊക്കി, ഇന്ന് അനുമോളെ പൊക്കി. അനുമോളെ മാത്രമല്ല, അനുമോളെയും നൂറേനെയും ആദിലേനെയും ഒരുമിച്ചാണ് പൊക്കുന്നത്. പക്ഷേ ലാലേട്ടൻ ചില കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്തും അനുമോൾ വീണ്ടും കള്ളം പറഞ്ഞു. ആ കള്ളം ലാലേട്ടൻ പൊളിച്ചെടുക്കുന്നുണ്ട്. എന്തായാലും ഡ്രസ്സിംഗ് റൂമിൽ ആദിലയും നൂറയും അനുമോളും ഒക്കെ ഒരുമിച്ച് മൈക്ക് ഒക്കെ മാറ്റിവെച്ച് അവർ രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെടാറുണ്ട്. ആ ഒരു കാര്യം തന്നെയാണ് ലാലേട്ടൻ ചോദിച്ചത്. പലതവണ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് അനുമോൾ അവിടെ നിഷ്കളങ്കത ചമഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അയ്യോ ഞാനോ എപ്പോൾ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ ചോദിച്ചു, അയ്യോ കൊയ്യോ എന്നൊന്നും പറയണ്ട, നിങ്ങൾക്കെന്താ മനസ്സിലായില്ലേ, നിങ്ങളങ്ങനെ ചെയ്തില്ലേ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾക്ക് മനസ്സിലായി ഇത് കാര്യം സീരിയസ് ആയിട്ട് ചോദിച്ചതാണ്, തമാശയ്ക്ക് എടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ലാലേട്ടൻ മുൻപൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ആഴ്ചയിലൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു, മിനിഞ്ഞാന്ന് നിങ്ങൾ ഡ്രസ്സിംഗ് റൂമിൽ കയറിയതിന് ബിഗ് ബോസ് വാൺ ചെയ്തില്ലേ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. അപ്പോൾ അനുമോൾക്കും നൂറയ്ക്കും സമ്മതിക്കേണ്ടി വരുന്നു. നൂറ പറയുന്നുണ്ട് ആദ്യം വാൺ ചെയ്തിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു, മിനിഞ്ഞാന്നെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ആഴ്ച അല്ലേ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് അനുമോൾക്ക് വീണ്ടും സംശയമാണ്. അങ്ങനെ നിഷ്കളങ്കത വീണ്ടും ചമഞ്ഞ് നിൽക്കുന്ന അനുമോളോട് ലാലേട്ടൻ പറയുന്നു, എങ്കിൽ അനുമോൾക്ക് വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ കറക്റ്റ് ഡേറ്റും സമയവും എല്ലാം കുറിച്ച് തരട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്തായാലും അനുമോളെയും നൂറേനെയും ആദിലേനെയും പൊക്കിയിരിക്കുകയാണ്. ഇനി അതൊരു കാരണവശാലും ആ ബിഗ് ബോസ് വീട്ടിൽ നടപടിയാകുന്ന കാര്യമല്ല എന്ന് ലാലേട്ടൻ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ വാൺ ചെയ്തിട്ടുണ്ട്. എന്തായാലും ബിഗ് ബോസിന് കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.